ഹലോ നമസ്കാരം ചന്ദ്രകന്ത ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുടെ രൂപം എങ്ങനെയാണ്, അത് കാണാൻ എങ്ങനെയായിരിക്കും, അതിനെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ റീഡിംഗ് നോക്കുന്നത്. അതിനോടൊപ്പം തന്നെ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഡിവൈൻ ടൈമിങ്ങിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ വരുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ കാലതാമസമൊന്നും ഇല്ലാതെ ഡിവൈൻ പ്ലാൻ അനുസരിച്ച് ഡിവൈൻ ടൈമിങ്ങിൽ തന്നെ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഇതാണ് ഗ്രൂപ്പ് 1ന്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം ഗ്രൂപ്പ് 1. അപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ജന്മ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ ഫിസിക്കൽ ട്രൈറ്റ്സ് ആണ് നോക്കുന്നത്. അപ്പൊ പൂർണ്ണമായും നമ്മൾ ടാരോ യൂസ് ചെയ്തിട്ടാണ് ഈ റീഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ ടാരോയിൽ തന്നെ മൈനർ അർക്കാന ഡെക്ക് എടുത്തിട്ട്, മൈനർ അർക്കാന കാർഡ്സ് മാത്രം എടുത്തിട്ട് എലമെന്റ്സിന്റെ ബേസിലാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന ക്ലൂസ് എന്ന് പറഞ്ഞാൽ ഐ കളർ, അതായത് കൃഷ്ണമണിയുടെ നിറം, ഹെയർ, കോംപ്ലക്ഷൻ, ഹൈറ്റ്, അപ്പിയറൻസ്, ഈ കാര്യങ്ങളിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ക്ലൂസ് എടുക്കുക. പിന്നെ മേജർ അർക്കാന കാർഡ്സ് ഉപയോഗിച്ചിട്ട് എക്സ്ട്രാ എന്തെങ്കിലും ക്ലൂസ് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഷെയർ ചെയ്യും. ഓക്കെ, നോക്കാം. ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ്, അവർ ഈ ജന്മ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ കൃഷ്ണമണിയുടെ നിറം എങ്ങനെയാകും? ഓക്കെ, ഒരു പൂച്ചക്കണ്ണ് എന്നൊക്കെ പറയില്ലേ, അതിന് സാധ്യതയുണ്ട്. ലൈറ്റ് കളേർഡ് ആണ് എന്ന് കിട്ടുന്നു. ബ്ലൂ ഗ്രേ ഐസ് എന്നൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ അതായിരിക്കും ഒരു കൃഷ്ണമണിയുടെ നിറം എന്ന് കാണുന്നുണ്ട്. ഇപ്പൊ ബ്രൗൺ ആണെങ്കിൽ തന്നെ വളരെ ലൈറ്റ് ബ്രൗൺ, ഒരു ഹേസൽ അങ്ങനെ ആ ഒരു നിറമായിരിക്കും. ഓക്കെ, ഇനി ഹെയർ എങ്ങനെയാകും എന്ന് നോക്കാം. ബ്രൗൺ ഹെയർ, ബ്ലാക്ക് ഹെയർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നില്ലെങ്കിൽ ബ്രൗൺ നിറത്തിലുള്ള അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള മുടി എന്നാണ് നമുക്ക് കാണുന്നത്. ചിലപ്പോൾ ഹെയർ കളർ ചെയ്യാം, ഒന്നില്ലെങ്കിൽ ഹെയർ കളർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ അവർ ഫ്രീക്വന്റ് ആയിട്ട് ഹെയർ കളർ ചെയ്യുന്ന ഒരാളായിരിക്കും. ഓക്കെ, അങ്ങനെ താല്പര്യം ഉണ്ടാവും, ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് ചെയ്യുന്നവരായിരിക്കും. ഇനി കോംപ്ലക്ഷൻ എങ്ങനെയാണ് നോക്കാം. വെരി ലൈറ്റ് ടു ലൈറ്റ് കോംപ്ലക്ഷൻ, അതായത് ഫെയർ കോംപ്ലക്ഷൻ ആണ്. അപ്പൊ അത്യാവശ്യം നിറമുള്ള ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നു. വെരി ലൈറ്റ് ടു ലൈറ്റ് കോംപ്ലക്ഷൻ ആണ്. ഹൈറ്റ് എങ്ങനെയായിരിക്കും? ഹൈറ്റ് മീഡിയം ബിൽറ്റ്, മീഡിയം ഹൈറ്റ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ഒരുപാട് ഉയരമില്ല, ഒരുപാട് ഉയരം കുറഞ്ഞിട്ടുള്ള ഇടയിലാണ് നിൽക്കുന്നത്. അതിനനുസരിച്ച് തന്നെയാണ് അവരുടെ ശരീരവും ആയിരിക്കാം. ഫിസിക്കലി ഫിറ്റ് ബോഡി ആയിരിക്കും, കാണാൻ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അവർ അപ്പിയറൻസ് വൈസ് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും എന്ന് കാണുന്നു. ഇനി അവര് ഓവറോൾ അപ്പിയറൻസ് ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ എന്താ പറയാ, എല്ലാവർക്കും പെട്ടെന്ന് ആകർഷണം തോന്നുന്ന അങ്ങനത്തെ ഒരു ശരീരഘടന ഉള്ള ഒരാളാണ് എന്ന് കാണുന്നു. ഒരുപാട് വണ്ണം ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഒരുപാട് വണ്ണം ഇല്ലാത്ത എന്നാൽ മസ്കുലർ ബോഡി എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പറഞ്ഞ പോലെ, അപ്പൊ രണ്ടുപേരാണെങ്കിൽ സ്ത്രീയോ പുരുഷനായാലും അത്യാവശ്യം എക്സസൈസ് ചെയ്യുന്ന, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആളാണ് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്ട്രോങ് മസിൽസ് ഒക്കെ അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ലീൻ ബോഡി ആയിരിക്കും, പക്ഷെ മസ്കുലർ ബോഡി ആയിരിക്കും. അത് വെച്ചിട്ട് എങ്ങനെ എന്താ പറയാ, ആ ഒരു മസിൽ മാൻ ആ ലുക്കല്ല പറയണേ. അവരെ കാണുമ്പോൾ അറിയാം അവർ നല്ലവണ്ണം വർക്ക്ഔട്ട് ചെയ്ത് അങ്ങനെ ഒരു വെൽ ടോൺഡ് ബോഡി ആയിരിക്കും അവരുടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവരെ കാണാൻ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. ഫിസിക്കൽ അപ്പിയറൻസ് അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി
നല്ല ഷാർപ്പ് ഐസ് ആയിരിക്കും എന്ന് കാണുന്നുണ്ട്. ഓക്കെ, കണ്ണുകൾ വളരെ ഷാർപ്പ് ആയിരിക്കും എന്ന് കാണുന്നു. കണ്ണുകൾ ഒരുപാട് അങ്ങനെ ഒരു നീളമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ ഒരുപാട് ചെറിയ കണ്ണുമല്ല, ഒരിടയിൽ നിൽക്കുന്നതാണ്. അത്യാവശ്യം വിടർന്ന കണ്ണായിരിക്കും എന്ന് കിട്ടുന്നുണ്ട്. ഐബ്രോസ് ആണെങ്കിലും ഒരു മീഡിയം ടു തിക്ക് ഐബ്രോസ് ആയിരിക്കും എന്ന് കിട്ടുന്നു. അവരുടെ ഹെയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഇതിൽ കാണുന്ന പോലെ കുറച്ച് വേവി ആയിട്ടുള്ള, ഓക്കെ, കേളി അല്ല, കുറച്ച് വേവി ആയിട്ടുള്ള ഹെയർ ആണ്. നല്ല തിക്ക് ഹെയർ ആവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഫ്യൂച്ചർ ഹസ്ബൻഡിനെ കുറിച്ചാണ് നോക്കണമെങ്കിൽ ഫേഷ്യൽ ഹെയർസ് ഉണ്ടാവാനും സാധ്യത കാണുന്നു. ഒരു മീഡിയം, അതായത് ഷോർട്ട് ടു മീഡിയം ലെങ്ത് ഹെയർ എന്നുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. മുഖത്തിന്റെ ഷേപ്പ് പറയുകയാണെങ്കിൽ ഒരു ഓവൽ ഷേപ്പ്, ഓക്കെ, റൗണ്ട് എന്ന് കാണുന്നില്ല, ഒരു ഓവൽ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പ് ആണ് എനിക്ക് കിട്ടുന്നത്. അവരുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ എങ്ങനെയാകും നോക്കാം. ട്രഡീഷണൽ അറ്റയേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഇപ്പോൾ ഏതൊരവസരത്തിൽ നന്നായി ഒരുങ്ങി, ആ അവസരത്തിന് ഇണങ്ങുന്ന രീതിയിൽ നന്നായി ഒരുങ്ങി അങ്ങനെ നന്നായി വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ. ഓക്കെ, അത്യാവശ്യം ഒരുങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ശരീരത്തിന്റെ, അവരുടെ സൗന്ദര്യത്തിനെ കൂടുതൽ എടുത്തു കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് അവര് ഡ്രസ് ചെയ്യുക. ഓക്കെ, അവർക്ക് ആക്ച്വലി ഒരു എന്താ ചേഞ്ച്, ഇതിന് കുറേ നാൾ മുൻപുള്ള അവരൊരു ഡ്രസ്സിങ് സ്റ്റൈല് ആയിരിക്കില്ല. ഒരു പക്ഷെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അവർക്കൊരു ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഉള്ളതിൽ നിന്ന് അവർ ചിലപ്പോൾ കാര്യമായൊരു ട്രാൻസ്ഫോർമേഷൻ അവർക്ക് സംഭവിക്കും, അവരുടെ സ്റ്റൈലിങ്ങിലും ഡ്രസ്സിങ്ങിലും ഒക്കെ പിന്നീട്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലും ഇതൊക്കെ കണ്ട് പിന്നെ അവർ കുറേ നാൾ മുൻപത്തെ ഫോട്ടോസും ഒക്കെ അതൊക്കെ നിങ്ങൾ കാണുമ്പോൾ അവിടെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ഓക്കെ, ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനത്തെ ഒരു എനർജി നമുക്ക് ഇവരെ കുറിച്ച് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ അറ്റയേഴ്സ് ഇഷ്ടപ്പെടുന്ന പരമ്പരാഗത വേഷങ്ങൾ, അതായത് ആ ഒരു അവര് ഏത് നാട്ടിലെയാണോ അവിടുത്തെ പരമ്പരാഗത വേഷം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. അത് കൂടുതൽ ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. കുറച്ചൊരു മിനിമൽ ഡ്രസ്സിങ് അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റൈലല്ല, കുറച്ച് ഒരു ഭംഗിയുള്ള, കുറച്ചും കൂടെ എന്താ പറയണ്ടേ, മോഡിയുള്ള ഡ്രസ്സുകൾ ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ. ഓക്കെ, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള വസ്ത്രങ്ങളല്ല അവർ ഇഷ്ടപ്പെടുന്നത് എന്ന് കാണുന്നു. ഇനി ഈ വ്യക്തിനെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന് എന്താണ് ഗ്രൂപ്പ് 1 ചെയ്യേണ്ടത്? ഓക്കെ, ആദ്യമേ ഗ്രൂപ്പ് 1 പറയുന്നു, നിങ്ങൾ കുറേയും കൂടെ നിങ്ങളുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഹെൽത്തി ബൗണ്ടറീസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശീലിക്കണം. നിങ്ങൾ നോ പറയേണ്ടവർക്ക് നോ പറയാൻ പഠിച്ചിരിക്കണം. നിങ്ങളിൽ ഈ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടാവണം. ഓക്കെ, നിങ്ങളിൽ ഒരുപാട് നെഗറ്റീവ് എനർജീസ്, ഓക്കെ, നെഗറ്റീവ് തോട്ട്സ് വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഷാഡോ സൈഡ് നിങ്ങളുടെ ഷാഡോ സൈഡ് ആണ് ഒരു തരത്തിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്കൊരു നിരാശയാണ് എനിക്ക് കാണുന്നത്. കാരണം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നടക്കാതെ പോകുന്ന, നിങ്ങൾക്ക് ലഭിക്കാതെ പോയ കാര്യങ്ങളിലാണ് നിങ്ങൾ കൂടുതൽ അറിഞ്ഞോ അറിയാതെയോ ശ്രദ്ധ കൊടുക്കുന്നത്. അതിൽ നിന്ന് മാറി നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു, നിങ്ങൾക്ക് അനുകൂലമായി എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ ആ ഒരു കളഞ്ഞുപോയ ആത്മവിശ്വാസത്തിന് തിരികെ പിടിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു, അത് നിങ്ങളുടെ ലൈഫിലത്തെ ചില സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം ഇപ്പോൾ അതിലൊരു കുറവ് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് ഇൻസെക്യൂർ ഒക്കെ ആയിട്ട് കാണുന്നു. അത് പാടില്ല. നിങ്ങൾ നിങ്ങളിൽ കംപ്ലീറ്റ്ലി സെക്യൂർ ആവണം. അപ്പൊ അതിനായിട്ട് വേണ്ടുന്ന ഹീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളെ നിങ്ങളായി തന്നെ നിങ്ങൾ അംഗീകരിക്കണം. മറ്റുള്ളവരുടെ വാലിഡേഷൻ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് എന്ന് കൂടെ നമ്മൾ കേൾക്കുന്നു. അങ്ങനെ നിങ്ങൾ സ്വയം നിങ്ങളെ അംഗീകരിച്ച് നിങ്ങൾ സ്വീകരിച്ച് അങ്ങനെ പോകുമ്പോഴാണ് നിങ്ങളിൽ ആത്മവിശ്വാസം കൂടുക. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത് സമാധാനമായിട്ടിരിക്കണം. പ്രത്യേകിച്ച് ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ഈ വ്യക്തി എപ്പോഴാണ് വരിക,
എപ്പോഴാണ് ഇത് സംഭവിക്കുക, ഞാൻ എങ്ങനെ ഈ വ്യക്തി തിരിച്ചറിയാതെ പോകും, ഇങ്ങനത്തെ അനാവശ്യ ചിന്തകൾ വേണ്ടാന്ന് പറയുന്നു. നിങ്ങളോട് മാക്സിമം റെസ്റ്റ് ചെയ്യാൻ പറയുന്നു, റിലാക്സ്ഡ് ആകാൻ പറയുന്നു. ഇത് യൂണിവേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളെ ശ്രദ്ധിക്കുക, സെൽഫ് കെയറിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഒരുപാട് നിങ്ങളെ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യങ്ങളായിക്കോട്ടെ, മനസ്സിന്റെ ആവശ്യങ്ങളൊന്നും നിങ്ങൾ അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് കാണുന്നു. ശ്രദ്ധ കൊടുക്കണം. ഇപ്പോൾ ഹെയർ കെയർ, സ്കിൻ കെയർ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ ചെയ്യാതെ അത് പിന്നെ ആവട്ടെ എന്ന് മാറ്റി വെക്കുന്ന ഒരു രീതി ഉണ്ടാവും. അത് പാടില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യുക. നിങ്ങളുടെ ഒപ്പമുള്ള ഈ ഒരു സമയം, നിങ്ങളോടൊപ്പമുള്ള ഈ ഒരു സമയം മാക്സിമം എൻജോയ് ചെയ്യുക. ഇതാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്ക് ക്യൂൻ ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്, പിന്നെ കിങ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ബി ഇൻ യുവർ പവർ എന്നാണ് ഞാൻ കേൾക്കുന്നത്. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ കേപ്പബിലിറ്റി എന്താണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ കഴിവുകൾ എന്താണ്, ഇതിനെക്കുറിച്ച് പൂർണ്ണമായൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ ബോധ്യത്തോടു കൂടെ നിങ്ങളുടെ ഒതന്റിക് സെൽഫിൽ നിങ്ങൾ ആയിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ഇമോഷണലി എന്താ പറയണ്ടേ, വളരെ വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അത് ആർക്കൊക്കെ ആ ഒരു സൈഡ് അവൈലബിൾ ആയിരിക്കണം, ആരൊക്കെ നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ് കെയറിങ് ലവിങ് സൈഡ് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, വളരെ ഒരു ഒബ്സർവേഷൻ വേണം. സെലക്റ്റീവ് ആവുക. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ലൈഫിനോട് ചേർത്ത് നിർത്തുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ വളരെ സെലക്റ്റീവ് ആയിരിക്കണം. ഒരാൾ സ്നേഹം കാണിക്കുമ്പോഴേക്കും അവരങ്ങോട്ട് ചേർത്ത് പിടിക്കരുത്. ഓക്കെ, ഹെൽത്തി ബൗണ്ടറി എല്ലാവരുമായിട്ട് ഉണ്ടാകണം എന്ന് നിങ്ങളോട് പറയുന്നു. ഓവർ തിങ്കിങ് പാടില്ല എന്നും പറയുന്നുണ്ട്. ഓവർ തിങ്കിങ് പാടില്ല. നിങ്ങൾ ഒരുപാട് കാടുകയറി ചിന്തിക്കുന്നുണ്ട്, അത് പാടില്ല എന്ന് പറയുന്നു. ബി വെരി കോൺഫിഡൻറ്റ്, ബി ബ്രേവ് ആൻഡ് മൂവ് ഫോർവേഡ്. നിങ്ങളുടെ പേഴ്സണൽ ഗോൾസ് എന്തൊക്കെയാണോ അതുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഈ റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളുടെ ഡിവൈൻ യൂണിയൻ, മാരേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാരീഡ് ലൈഫിലേക്ക് എത്തുന്നത് ആ സമയമാകുമ്പോഴേക്കും നിങ്ങളിൽ എന്തൊക്കെ മാറ്റം വരണോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണോ, അതിനായിട്ട് നിങ്ങളോട് പ്രയത്നിക്കാൻ പറയുന്നു. ധൈര്യത്തോടെ, ആത്മവിശ്വാസത്തോടെ അതിനായിട്ട് പ്രയത്നിക്കാൻ പറയുന്നുണ്ട്. വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നുണ്ട് ഓവർ തിങ്ക് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് സ്ട്രെസ്ഡ് ആകുന്ന ഒരാളാണ്. ഈ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്ന അങ്ങനെ ഒരു ടെൻഡൻസി ഉള്ള ഒരാളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി ഇതാണ്, 10 of cups. ഓക്കെ, ഹാപ്പിലി എവർ ആഫ്റ്റർ എന്ന് നമ്മൾ പറയുന്ന എനർജി. അപ്പൊ അത്രയും ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്കുള്ളത്. ആ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റണം. അതിന് സംശയത്തോടെ അല്ല നിങ്ങൾ കാണേണ്ടത്, അതിനെ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. ഓക്കെ, സൺ കാർഡ് നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്, അത് സെപ്പറേറ്റ് ആയി കിടക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഹാപ്പിലി എവർ ആഫ്റ്റർ ആണ് ഈ റിലേഷൻഷിപ്പ്, ഹാപ്പി മാരേജ് എനർജിയാണ് കിട്ടുന്നത്. അപ്പം എല്ലാം കൊണ്ടും യൂണിവേഴ്സ് ഒരു ഗ്യാരണ്ടി തരാണ്, നിങ്ങൾക്ക് വളരെ നല്ലൊരു ജീവിതമാണ് ഈ വ്യക്തിയുടെ കൂടെ ഉള്ളത്. ഓക്കെ, ആ ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ, ആ ബെസ്റ്റ് കേസ് സിനാരിയോ, ദ ബെസ്റ്റ് ലൈഫ് വിത്ത് യുവർ ഫ്യൂച്ചർ സ്പൗസ്, അതാണ് നിങ്ങൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്യേണ്ടത്. നിങ്ങൾ അതുപോലെ ലൈഫില് ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കാൻ പറയുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ കാര്യമായിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഏതൊരു മേഖലയിലും ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് പറയുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ നല്ല കാര്യങ്ങൾക്കും, ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്കും എല്ലാം ഈശ്വരനോട് നന്ദി പ്രകടിപ്പിക്കാൻ മറക്കരുത് എന്നും കൂടെ നിങ്ങളോട് പറയുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ എടുക്കുന്നത് റൊമാൻസ് ആൻഡ് ലവ് ഒറക്കിൾ മെസ്സേജസ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന റൊമാൻസ് ആൻഡ് ലവ് മെസ്സേജ്: റൊമാൻറ്റിക് സർപ്രൈസസ് ആർ ഓൺ ദ ഹൊറൈസൺ, ബി ഓപ്പൺ ടു ദം. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി ഒരു പക്ഷേ വൈകാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അപ്പോൾ അതിനോട് ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് ആവാൻ പറയുന്നുണ്ട്. അവോയ്ഡ് സെറ്റിലിംഗ് ഫോർ ലെസ് ദാൻ യു ഡിസേർവ് ഇൻ ലവ്. ഒരു പക്ഷേ നിങ്ങളുടെ കറണ്ട് റിലേഷൻഷിപ്പ്, ഓക്കെ, നിങ്ങൾ കറന്റ്ലി റൊമാൻറ്റിക്കലി ആരെങ്കിലും ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കണക്ഷൻ, ഡിസേർവ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ തന്നെയാണോ അവർ എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങളോട് പറയുന്നു. അതിനേക്കാളും ഇൻഫീരിയർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ സെറ്റിൽഡ് ആകരുത് എന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് അർഹിക്കുന്നു, നിങ്ങൾ എന്ത് വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കണം. നിങ്ങൾ ആദ്യം നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം. നിങ്ങൾ നിങ്ങളെ കുറിച്ച് പഠിക്കണം. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങൾ എന്ത് അർഹിക്കുന്നു, ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം. ആ ഫോക്കസ് കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ടോക്സിസിറ്റി: toxic relationships can drain your energy and self-worth. Beware.
വളരെ സ്ട്രോങ് ആയിട്ട് ഇത് ഈ കളക്റ്റീവിൽ ഇപ്പൊ നിങ്ങളിൽ ചിലർ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആണെന്ന് കാണുന്നു. നിങ്ങൾ അത് നിങ്ങളുടെ ഹാപ്പിലി എവർ ആഫ്റ്റർ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി റെഡ് ഫ്ലാഗ്സ് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളോട് തന്നെ അത് ഒന്നും കൂടെ അനലൈസ് ചെയ്യാൻ പറയാണ്. ഇത് നിങ്ങൾക്ക് ലെസ് ഡിസേർവിംഗ് ആണ് എന്നൊരു മെസ്സേജും കൂടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഇതിനേക്കാൾ നല്ലത് ഡിസേർവ് ചെയ്യുന്നു. അപ്പൊ ഈ ലെസ് ഡിസേർവിംഗ് അതിൽ സെറ്റിൽ ആകരുത് എന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നു. റിലാക്സ്, നമുക്ക് ആ മെസ്സേജ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫൈൻഡിങ് ജോയ് ഇൻ ദ സിമ്പിൾ പ്ലഷേഴ്സ് ഓഫ് ജസ്റ്റ് ബീയിങ് ടുഗെദർ. ഓക്കെ, റിലാക്സ്ഡ് ആയിരിക്കും. നിങ്ങളോട് പറയുന്നു ഈ റിലേഷൻഷിപ്പിൽ ആയതിനു ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് എപ്പോഴും ആ ഒരു ക്വാളിറ്റി ടൈം രണ്ടുപേർക്കും സ്പെൻഡ് ചെയ്യാൻ, ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാനായിട്ട് ആ ക്വാളിറ്റി ടൈം കണ്ടെത്തണം. എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ആ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ ശക്തമാക്കും. ഓക്കെ, ഒരു ടിപ്പ് ഓൾറെഡി പറഞ്ഞു തരികയാണ്. ഡിവൈൻ ടൈമിംഗ്, ട്രസ്റ്റ് ഇൻ ഡിവൈൻ ടൈമിംഗ്, ലവ് അറൈവ്സ് വെൻ ഇറ്റ്സ് മെന്റ് ടു. നിങ്ങളുടെ ജീവിതത്തിലെ ഡിവൈൻ ടൈമിങ്ങിലാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് പക്ഷെ എക്സാക്ട്ലി എപ്പോൾ എന്ന് യൂണിവേഴ്സ് പറയുന്നില്ല. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. എപ്പോഴാണോ വരേണ്ടത് അത് സംഭവിച്ചിരിക്കും. ഡെസ്റ്റിനി, ദ റിയൂണിയൻ വിത്ത് യുവർ ട്വിൻ ഫ്ലെയിം ഇസ് എ ഡെസ്റ്റിൻഡ് ഇവന്റ്. ഒരു പക്ഷേ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആയിരിക്കും നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, അത് ഡെസ്റ്റിൻഡ് ആണ് എന്ന് പറയുന്നു. അപ്പൊ അതെന്തായാലും സംഭവിച്ചിരിക്കും. അതൊരിക്കലും നിങ്ങൾക്ക് മിസ്സാവില്ല. ഡോർവേ, an opportunity is about to present itself that leads to you a new person. Okay, അപ്പൊ ഇത് നമുക്ക് ആ ന്യൂ പേഴ്സൺ എനർജി ഓൾറെഡി ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. ദിസ് ഇസ് someone new. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വൈകാതെ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നുണ്ട്. ആ അവസരം നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് നിങ്ങളുടെ ഈ ഡെസ്റ്റിൻഡ് പാർട്ട്ണറിലേക്കാണ്. അവരുടെ അടുത്തേക്കാണ് ആ ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങൾ നടന്നെത്തുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ വിട്ട് കളയരുത് എന്ന് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നഡ്ജ് ഉണ്ടാവും. അത് സ്വീകരിക്കണം, അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു, നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ വാല്യൂ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ ഇതിൽ പറഞ്ഞിട്ടുള്ള ഗൈഡൻസ് കൃത്യമായി ഫോളോ ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമ്മള് ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് എടുക്കണേ. അപ്പൊ ആദ്യം നമ്മൾ എടുക്കുന്ന ക്ലൂസ് നിങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതില് നിങ്ങളുമായി കണക്ട് ചെയ്യുന്ന ഒരു ക്ലൂ എങ്കിലും ഉണ്ടെങ്കിൽ ആണ് അത് നിങ്ങളുടെ റീഡിംഗ് ആകുക. അതിനുശേഷം നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലൂസ് നമ്മൾ എടുക്കും. അത് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ഓക്കെ ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ്, അവരുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ്, അവരുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാനിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, നമുക്ക് തുലാം മാസം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തുലാം മാസത്തിൽ ജനിച്ച ആളായിരിക്കാം. നമുക്ക് കന്നി രാശി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ജനിച്ചത് കന്നി രാശിയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സൺ മൂൺ റൈസിങ് കന്നി രാശി ആയിരിക്കാം. പിന്നെ നമുക്ക് തീയതികൾ കിട്ടിയിട്ടുള്ളത് 2, 10, 14, 18. ഇതിലേതെങ്കിലും നിങ്ങളുടെ ജനനത്തീയതി ആവാട്ടോ. പിന്നെ നമുക്ക് ജന്മനക്ഷത്രങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. രോഹിണി, കാർത്തിക, രേവതി, ഉത്രാടം, മകം, പൂരാടം, തിരുവാതിര, ഉത്ര. ഓക്കെ, ഇനി അക്ഷരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽസ്, നിങ്ങളുടെ ഫസ്റ്റ് നെയിമിലുള്ള അക്ഷരങ്ങളൊക്കെ ഉണ്ടാകും. അ, യ, ഇ, ഷ, ര, ഇ, ധ, റ, ശ. ഇനി നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട ക്ലൂസ് നമുക്ക് എടുക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ്, അവർ ഈ ജന്മം വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ,
ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള മാസങ്ങൾ ഇടവം, ചിങ്ങം, കുംഭം, 3 മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇടവം രാശി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ജനിച്ച മാസം, ഇത് അവർ ജനിച്ച രാശിയായിരിക്കാം, അവരുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടാകാം. തീയതികൾ കിട്ടിയിട്ടുള്ളത് 4, 13, 16, 22, 25, 30, 31. 2 ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ട്, ശനി, വ്യാഴം, അവർ ജനിച്ച ദിവസങ്ങളായിരിക്കാം. ഇനി നക്ഷത്രങ്ങൾ കിട്ടിയിട്ടുള്ളത് അശ്വതി, പുണർദം, ഭരണി, വിശാഖം, അവിട്ടം. ഓക്കെ, ഇനി അക്ഷരങ്ങൾ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽസ് അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് നെയിമിലുള്ള അക്ഷരങ്ങൾ ഠ, ഭ, എ, ഥ, വ, ഇൻ, ല. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും നേരുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ ഇതിന് വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ ഫിസിക്കൽ ട്രൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മേജർ ആർക്കാന കാർഡ്സ് ഉപയോഗിച്ചിട്ടാണ് ട്രൈറ്റ്സ് കണ്ടെത്തുന്നത്. കേസ് ഓഫ് പെന്റക്കിൾസ് എനർജി എന്നോട് പറയുന്നത് ഈ വ്യക്തി കുറേ കൂടെ മെച്ചോർ ആയിരിക്കും എന്ന് കാണുന്നു. ഒരു ഇരുത്തം എന്ന പ്രകൃതം എന്ന് പറയില്ലേ, അങ്ങനെ ഒരു റിയാലിറ്റിയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരാളായിരിക്കും എന്നൊരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ടും നോക്കുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഐ കളർ, ഹെയർ, കോംപ്ലക്ഷൻ, ഹൈറ്റ്, അപ്പിയറൻസ്. ഇതാണ് നമ്മൾ മെയിനായിട്ട് നോക്കുക. അത് മൈനർ ആർക്കാന എലമെന്റ്സിന്റെ ബേസിലാണ് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുന്നത്. ശേഷം നമ്മൾ മേജർ ആർക്കാന കാർഡ്സ് ഉപയോഗിച്ചിട്ട് എക്സ്ട്രാ എന്തെങ്കിലും ക്ലൂസ് ഉണ്ടെങ്കിൽ അതും നമ്മളിവിടെ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ട് കളക്റ്റീവ്സ് അവർ ഇതിന് വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ ഐ കളർ ബ്രൗൺ ഐസ്, ബ്ലാക്ക് ഐസ്, അതായത് ഡാർക്ക് ബ്രൗൺ, ഡാർക്ക് ബ്ലാക്ക് ഐസ് എന്നാണ് കാണുന്നത്. അതാണ് മെജോറിറ്റി, അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അവരെ ഹെയർ എങ്ങനെ ആയിരിക്കും? ഹെയർ കളർ അഗെയിൻ ഡാർക്ക് ബ്രൗൺ, ഡാർക്ക് ബ്ലാക്ക് ഹെയർ. ഓക്കെ, അവരെ കോംപ്ലക്ഷൻ മീഡിയം ടു ഡാർക്ക് കോംപ്ലക്ഷൻ ആയിരിക്കും എന്ന് കാണുന്നു. ഹൈറ്റ് മീഡിയം ഹൈറ്റ്. ഓക്കെ, മീഡിയം ബിൽഡ്, മീഡിയം ഹൈറ്റ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അവരുടെ അപ്പിയറൻസ് യെസ് അഗെയിൻ വാൺസ് കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് വണ്ണമുള്ള പ്രകൃതം ആയിരിക്കില്ല, പക്ഷെ ടോൺഡ് ബോഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ബോഡി എന്നാണ് നമുക്ക് കിട്ടുന്നത്. വാൺസ് കാർഡ് തന്നെയാണ് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. കാണാൻ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും എന്ന് കാണുന്നത്. ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും അവരുടെ. ഓക്കെ, വളരെ ഒരു അട്രാക്റ്റീവ്നെസ്, അവർക്ക് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് മറ്റുള്ളവരുടെ അട്രാക്ഷൻ പെട്ടെന്ന് നേടിയെടുക്കുന്ന ടൈപ്പ് ആണ് എന്ന് കാണുന്നു. ഒതുക്കമുള്ള ഒരു ശരീരമായിരിക്കും എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മേജർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഇനി നമ്മൾ മേജർ ആർക്കാന കാർഡ്സ് എടുത്തിട്ട് എക്സ്ട്രാ ക്ലൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. കണ്ണിന്റെ ഷേപ്പ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് വിടർന്ന കണ്ണ് എന്നില്ല, ഒരു മീഡിയം ലെങ്ത്തിൽ ഉള്ള, ഒരുപാട് നീണ്ട കണ്ണുമല്ല എന്നാൽ തീരെ ചെറിയ കണ്ണുമല്ല, മീഡിയം ലെങ്ത്തിലുള്ളതാണ്. ഒരു മീഡിയം ടു തിക്ക് ഐബ്രോസ് ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, തിക്ക് ലാഷസ് ആയിരിക്കാം കേട്ടോ അവർക്ക്. നല്ല കൺപീലി, നല്ല ഒന്നില്ലെങ്കിൽ നല്ല നീളമുള്ള കൺപീലി, അല്ലെങ്കിൽ നല്ല കനമുള്ള തിക്കായിട്ടുള്ള കൺപീലി ആയിരിക്കാം.
അവരുടെ ഹെയർ ഷോർട്ട് ഹെയർ ആകാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം ഒരു മീഡിയം തിക്നെസ് ഒക്കെ ഉള്ള ഷോർട്ട് ഹെയർ ആയിരിക്കും. അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അതിനാണ് സാധ്യത കാണുന്നത്. കുറച്ചൊരു സ്ട്രെയിറ്റ് ഹെയർ എന്ന് പറയാം. ഓക്കെ, തീരെ കേളി ഹെയറിന് നമുക്ക് കിട്ടുന്നില്ല. കുറച്ചൊരു ചെറിയൊരു സ്ട്രെയിറ്റ്നെസ്സും കൂടെ ഉണ്ടാവും. ഒരു മിക്സ് ആണ്. ഓക്കെ, വേവി ഹെയർ എന്നല്ല കാണുന്നത്. വേവിനെസ്സിനേക്കാൾ ഒരു കേളി ടെക്സ്ചർ ഉണ്ട്, പക്ഷെ അത് സൂപ്പർ കേളി അല്ല. കുറച്ചൊരു സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന അങ്ങനത്തെ ഒരു ഹെയർ ആണ്. ഓക്കെ, ഇനി അവരുടെ വാവ്, അവരെ ഹൈറ്റ് അപ്പിയറൻസ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയത് എംപ്രസ് ആണ്. എംപ്രസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കണ്ടിരുന്നു വളരെ അട്രാക്റ്റീവ് ആയിരിക്കും ഇവരെ കാണാൻ എന്നുള്ളത്. അപ്പോൾ എംപ്രസിനെ പോലെ തന്നെ എംപ്രസിന് അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരാൾ തന്നെയാണ്. അവരുടെ ശരീരത്തിനനുസരിച്ചുള്ള ഹൈറ്റ് ഉണ്ട്, അതായത് വെയിറ്റിനനുസരിച്ച് ഹൈറ്റ് ഉണ്ട്, പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും എന്ന് കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു പറഞ്ഞ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെൽത്തി ലുക്കിംഗ് പേഴ്സൺ ആണ് എന്ന് കാണുന്നു. അവര് ഡ്രസ്സിങ് സ്റ്റൈൽ എന്ന് പറയുമ്പം അവർക്ക് ഒരു പക്ഷെ ഒരു ബിഫോർ ആഫ്റ്റർ എനർജി ഉണ്ടാവും. അതായത് കുറെ നാൾ മുൻപ് അവർ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സിങ് സ്റ്റൈലിൽ നിന്നും ഒരു ചേഞ്ച് അവർക്ക് സംഭവിച്ചിട്ടുണ്ടാകണം. ഒരു പക്ഷെ അത് ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ ഒരു മാറ്റം വരുന്നുണ്ട്. ഓക്കെ, എന്നിരുന്നാൽ ആ ഡ്രസ്സിങ് സ്റ്റൈലിൽ ഒരു ഡിഫറൻസ്, കാര്യമായ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അവര് ചിലപ്പം കുറച്ച് യുണീക്ക് സ്റ്റൈലൊക്കെ പരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുമായിരിക്കും. അവരുടേതായ ഒരു കസ്റ്റം മെയ്ഡ് ഡ്രസ്സസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, ഓക്കെ, ചിലപ്പോൾ അങ്ങനെ എന്താ പറയാ, ഇപ്പം അവരെന്നെ ഡിസൈൻ ചെയ്തിട്ട് തയ്പ്പിക്കുന്ന ആ ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയും ഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. എന്തായാലും അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടേതായ ഒരു സ്റ്റൈൽ ഉണ്ട്, അവരതിൽ കംഫർട്ടബിൾ ആണ്. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അവരുടേതായ സ്റ്റൈലിലുള്ള ഡ്രസ്സ് ഉണ്ട്, അതാണ് അവര് വെയർ ചെയ്യുക. ഓക്കെ, ഓക്കെ, ഒരു ക്ലൂ കാണിക്കാനാണ് കേട്ടോ. ഇപ്പൊ ഇതില് ഈ ഡെവലിന്റെ കാർഡാണിത്. പക്ഷെ ഇതിൽ ആ ഒരു ഹെയർ, ഫേഷ്യൽ ഹെയറിന്റെ ഒരു ടെക്സ്ചർ കണ്ടോ? ഏകദേശം ഈ ഒരു ടെക്സ്ചർ ആയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ഹെയർ. ഓക്കെ, അതാണ് നമുക്ക് കിട്ടിയ ഒരു ക്ലൂ. അതാണ് എനിക്ക് ഇവിടെ കാണുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് അത്രയും വിസിബിൾ ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു കാർഡ് എടുത്തത് അതിനായിട്ട്. ആ ഒരു ടെക്സ്ചർ ആയിരിക്കും അവരുടെ ഹെയർ. പിന്നെ ഇത്രയുമാണ് അവരുടെ ഫിസിക്കൽ ട്രൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ്. നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഈ വ്യക്തിയെ, നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളിയെ, നിങ്ങൾ ഈ ജന്മം വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയെ ഗ്രൂപ്പ് 2 എങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാം? ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നു, പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം. പാസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ബിട്രയൽ, നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിച്ച് പോയിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയിലേക്ക് നിങ്ങൾ എത്തില്ല. നിങ്ങൾ അതേപോലത്തെ അതേ എനർജിയിലുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഹീൽ ആയാലേ നിങ്ങൾക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ മാരീഡ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ, ഡിവൈൻ കൗണ്ടർ പാർട്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഭയം പാടില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഭയം, ആശങ്കയാണ് ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. അത് മാറണം. അത് അവിടെ ഉള്ളത് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഹീലാകാത്ത ചില ട്രോമാസ്, വൂൺസ് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ അതെന്താണെന്ന് കണ്ടെത്തി നിങ്ങളത് ഹീലാകാനായിട്ട് ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നു. പിന്നെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് പാർട്ട്ണറിനെയാണ് വേണ്ടത്, അവരെങ്ങനെയായിരിക്കണം, അവർ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം, ഇതിനെ സംബന്ധിച്ച് മാക്സിമം ക്ലാരിറ്റി കൊണ്ടുവരാൻ പറയുന്നു. നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് കുറേയും കൂടെ ഒരു വ്യക്തതയോടുകൂടെ ആ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ കുറെ ഉപേക്ഷിക്കേണ്ട കുറെ ഊർജങ്ങളെയും പേറിക്കൊണ്ടാണ് ജീവിക്കുന്നത്, അത് പാടില്ല. ഓക്കെ, അതിനെ ഉപേക്ഷിക്കുക. ഉപേക്ഷിക്കേണ്ട ഊർജങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാം, കഴിഞ്ഞുപോയ കാര്യമാണ്, അതിൽ ഇനിയൊരു മാറ്റം വരാൻ പോകുന്നില്ല. എന്നാലും അതിനെ എങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കണേ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതും. മുന്നോട്ട് പോകും തോറും വഴി ദുഷ്കരമായി തോന്നുന്നുണ്ടെങ്കിൽ ഈ എനർജീസ് നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. അതിനെ റിലീസ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു. ധൈര്യത്തോടെ ആയിരിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ധൈര്യത്തോടെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ.
ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകാൻ പറയുന്നു. നിങ്ങളിൽ എന്തൊക്കെ മാറ്റം ഈ ജീവിത പങ്കാളി വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു സമയത്ത് ആ സമയം ആകുമ്പോഴേക്കും നിങ്ങളിൽ എന്തൊക്കെ മാറ്റം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ മാറ്റങ്ങൾക്ക് വേണ്ടി ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ പ്രയത്നിക്കാൻ പറയുന്നു. കർമ്മയിൽ വിശ്വസിക്കുക. നിങ്ങൾ എത്രത്തോളം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടോ, ഓക്കെ, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്, ഒരു ഹെൽത്തി പാർട്ട്ണറായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടോ അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക, അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് റിവാർഡ് ഉണ്ടാവുക. നിങ്ങൾ എടുക്കുന്ന എഫേർട്സ് ഒന്നും യൂണിവേഴ്സ് കാണാതെ പോവില്ല, പക്ഷെ നിങ്ങൾ എഫേർട്ട് എടുക്കണം. അവിടെയാണ് മാറ്റം സംഭവിക്കുന്നത്, മാറ്റങ്ങൾക്ക് തുടക്കം ഉണ്ടാവുന്നത്. യൂണിവേഴ്സിനെ വിശ്വസിക്കാൻ പറയാണ്. ഇമീഡിയറ്റ്ലി റിസൾട്ട് വേണം എന്ന വാശി പാടില്ല. നിങ്ങൾ എഫേർട്ട് എടുക്കുമ്പോൾ തന്നെ എവിടെ എൻ്റെ ജീവിത പങ്കാളി എന്ന് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പാടില്ല. അത് നടക്കേണ്ട സമയത്ത് നടക്കും എന്ന വിശ്വാസത്തോടെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഓക്കെ, അതുവരെ നിങ്ങൾ നിങ്ങളെ സെലിബ്രേറ്റ് ചെയ്യൂ, നിങ്ങളിൽ ഫോക്കസ് ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സെൽഫ് കെയറിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. കണ്ടു, നിങ്ങളുടെ ലൈഫ്, അതായത് നിങ്ങൾ മാത്രമുള്ള നിങ്ങളുടെ ജീവിതത്തിനെ എൻജോയ് ചെയ്യാൻ പറയുന്നു. അതുവരെ നിങ്ങളുടെ ആർട്ടിസ്റ്റിക് ടാലന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും പൊടിത്തിട്ടെടുക്കുക, അതൊക്കെ വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ലൈഫിനെ മാക്സിമം സെലിബ്രേറ്റ് ചെയ്യുക, ബ്യൂട്ടിഫുൾ ആവുക. എവിടെയാണോ നിങ്ങൾ ആയിരിക്കുന്നത് ആ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കണ്ടെത്താവുന്ന മാക്സിമം സന്തോഷങ്ങൾ കണ്ടെത്തുക. ലൈഫിനെ എത്ര നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുമോ എൻജോയ് ചെയ്യുക. ഓക്കെ, നിങ്ങളോടൊപ്പമുള്ള ഈ സമയം വളരെ പ്രഷ്യസ് ആണ്. അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം, നിങ്ങളത് മാക്സിമം സെലിബ്രേറ്റ് ചെയ്യണം, എൻജോയ് ചെയ്യണം എന്ന് പറയുന്നു. അതാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാവുന്ന ഏറ്റവും ഈസിയസ്റ്റ് വേ. ഓക്കെ, അണ്ടർലൈങ് എനർജി എന്ന് പറയുന്നത് 9 of Swords ആണ്. കം ഔട്ട് ഓഫ് യുവർ ഹെഡ്, നിങ്ങളുടെ തലേന്ന് പുറത്തു വരാൻ പറയുന്നു. നിങ്ങൾ 24 മണിക്കൂറും നിങ്ങൾക്ക് ഓരോ ചിന്തകളാണ്. ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ മുന്നത്തെ അനുഭവങ്ങളായിരിക്കാം, അത് റൊമാൻറ്റിക് ലൈഫിൽ നിന്ന് തന്നെ ആവണമെന്നൊന്നുമില്ല. ഫ്രണ്ട്ഷിപ്പിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ആ വേദനകൾ മുഴുവനായിട്ട് മാറാത്തത് കൊണ്ട് എപ്പോഴും പേടിയാണ്. വേദനിപ്പിക്കാൻ ആൾക്കാർ, ഇനി വരുന്നവർ വേദനിപ്പിക്കും, ഇനിയുള്ള ആളുകളും ഇതുപോലെ പ്രശ്നം ഉണ്ടാവുമോ, അങ്ങനത്തെ ചിന്തകളിലൂടെയാണ് നിങ്ങൾ ആയിരിക്കുന്നത് എപ്പോഴും. ആ ചിന്തകളിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നത് കൊണ്ട്, അതിൽ നിന്ന് ഹീലാകാത്തത് കൊണ്ടാണ് പിന്നെയും പിന്നെയും അതേ എനർജി ഉള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അത് തടയണമെങ്കിൽ, അതിനൊരു അവസാനം ഇടണമെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഹീലാകണം. ഓക്കെ, നിങ്ങൾ മാറി ചിന്തിക്കാനായിട്ട് ശ്രമിക്കണം. നിങ്ങളുടെ ലൈഫിലേക്ക് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണ് വരിക, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന നല്ല നല്ല ഫ്രണ്ട്ഷിപ്പാണ്, നല്ല നല്ല ഫ്രണ്ട്സ് ആണ് ഉണ്ടാകുക. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നവർക്കെല്ലാം നിങ്ങളോട് നല്ല ഉദ്ദേശം മാത്രമായിരിക്കും. അങ്ങനെ നിങ്ങളുടെ സബ് കോൺഷ്യസിനെ നിങ്ങൾ റീപ്രോഗ്രാം ചെയ്യണം. അത് ഈ അഫർമേഷൻസ് യൂസ് ചെയ്താൽ തന്നെയാണ് സാധിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കാനും പറയുന്നു. യൂണിവേഴ്സ് നിങ്ങളോട് കുറേ കാര്യങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി എന്താ പറയുക, ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട്, ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനും നിങ്ങൾ ഫോക്കസ് ചെയ്യണം. എഗെയിൻ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണമെങ്കിൽ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമായിരിക്കണം. മനസ്സ് സ്വസ്ഥമായിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹീലിംഗ് ചെയ്യണം. എല്ലാം ചെന്നെത്തുന്നത് അവിടെയാണ്, ഹീലിംഗ്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള റൊമാൻസ് ആൻഡ് ലവ് ഒറക്കിൾ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഈ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ലോങ് ഡിസ്റ്റൻസ്, ലവ് നോസ് നോ ഡിസ്റ്റൻസ്, ഇറ്റ് ട്രാൻസെൻഡ്സ് ടൈം ആൻഡ് സ്പേസ്. അപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി നിങ്ങളുടെയും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ഇടയിൽ കാണുന്നുണ്ട്. കറന്റ് നിങ്ങളും അവരും ഇടയിൽ ലോങ് ഡിസ്റ്റൻസ് ഉണ്ടാകും, ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട് എന്നായിരിക്കാം. ആന്റിസിപ്പേഷൻ, എംബ്രേസ് ദ സ്വീറ്റ് ആന്റിസിപ്പേഷൻ ഓഫ് ലവ്സ് അറൈവൽ ഇൻ യുവർ ലൈഫ്, ഇറ്റ്സ് കമ്മിങ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ലൈഫിലേക്ക് എത്താറായിട്ടുണ്ട് എന്നുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നു. ഡ്രസ്സിംഗ് അപ്പ്, ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡ്രസ് അപ്പ് ആൻഡ് പാർട്ടി, ഫൺ ടൈംസ് അഹെഡ്. അപ്പൊ നിങ്ങളോട് പറയാണ്, ഒരുപക്ഷെ നിങ്ങളുടെ സെൽഫ് ലവ് ജേർണിയുടെ സ്റ്റാർട്ടിങ്, സെൽഫ് കെയറിന്റെ സ്റ്റാർട്ടിങ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വൈകാതെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. നല്ലവണ്ണം ഒരുങ്ങി അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷനിലേക്ക് ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്, ആഘോഷിക്കാനായിട്ടൊരു അവസരം കിട്ടുന്നതാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എങ്ങനെ നല്ല രീതിയിൽ ഒരുങ്ങി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആ ഒരു സെലിബ്രേഷൻ ഒക്കേഷൻ എന്താണോ അതിൽ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് നിങ്ങൾ ആയിരിക്കണം. ഓക്കെ, ചിലപ്പോൾ ഇത്തിരി ഡിസ്റ്റൻസിലുള്ള ആരുടെ അങ്ങനെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കാം. ഒരു പക്ഷെ ആ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ടായിരിക്കാം ഈ വ്യക്തിയെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ലവ് ഫ്ലോസ് ടു യു, യു റേഡിയേറ്റ് കരിസ്മ ആൻഡ് ചാം. നിങ്ങൾ അട്രാക്റ്റീവ് ആണ് എന്നുള്ളത് നിങ്ങളോട് യൂണിവേഴ്സ് പറയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന് നിങ്ങളോട് അട്രാക്ഷൻ തോന്നാൻ വേണ്ടുന്നതെല്ലാം നിങ്ങളിലുണ്ട്. നിങ്ങൾ നാച്ചുറലി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അത് നിങ്ങൾ അംഗീകരിക്കേണ്ട ഒരു കുറവ് മാത്രമാണ്, നിങ്ങളത് അംഗീകരിച്ചിട്ടില്ല. നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് ഇൻസെക്യൂരിറ്റീസും കാര്യങ്ങളുണ്ട്, അത് മാറ്റിവെക്കാൻ പറയുന്നു.
നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്കൊരു സൗന്ദര്യം ഉണ്ട്. ആ സൗന്ദര്യം നിങ്ങൾ കണ്ടെത്തുമ്പോഴാണ്, നിങ്ങൾ അത് തിരിച്ചറിയുമ്പോഴാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവരും അത് തിരിച്ചറിയാനായിട്ട് തുടങ്ങുള്ളൂ. കണക്ഷൻ. ലവ് ഇസ് ദ ബ്രിഡ്ജ് കണക്ടിങ് സോൾസ്. ചെറിഷ് ദോസ് കണക്ഷൻ. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയണ്ടത്, നിങ്ങളുടെ സോൾസ് തമ്മിൽ വളരെ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോ പരസ്പരം സ്ട്രോങ് ടെലിപ്പതി ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ വളരെ ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങളുടെയും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ഇടയിൽ കാണുന്നുണ്ട്. ഡ്രീംസ്. ലുക്ക് ടു യുവർ ഡ്രീംസ്, ദേ ഹോൾഡ് ഓൾ ദ ആൻസേഴ്സ് യു സീക്ക്. അപ്പൊ നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറിച്ചിട്ട്, ഈ കണക്ഷനെ കുറിച്ചിട്ട് ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ക്ലൂസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഡ്രീംസിലൂടെ ആയിരിക്കും നൽകുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് നിങ്ങളുടെ മനസ്സിൽ അത്രയും ഫ്രഷ് ആയി നിൽക്കുന്ന എന്തെങ്കിലും ഡ്രീംസ് ഉണ്ടെങ്കിൽ അതൊരു ബുക്കിൽ എഴുതി വെക്കുക. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ സംബന്ധിച്ച്, നിങ്ങളുടെ ആ ഒരു മാരീഡ് ലൈഫിനെ സംബന്ധിച്ചിട്ടൊക്കെയുള്ള ക്ലൂസ് അതിലുണ്ടായിരിക്കും. സെലിബ്രേറ്റ് ടുഡേ. സെലിബ്രേറ്റ് ദ ലവ് യു ഷെയർ വിത്ത് ദോസ് ഹു മാറ്റേഴ്സ് ദ മോസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരോടുള്ള നിങ്ങളുടെ സ്നേഹത്തിന് സെലിബ്രേറ്റ് ചെയ്യണം. നിങ്ങളത് മാക്സിമം എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാം. സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രകടിപ്പിക്കാൻ വേണം. അവർക്ക് അതിനനുസരിച്ച് ആ വാല്യൂ നിങ്ങൾ കാണിക്കണം. യുവർ ഹോപ്പ് ആൻഡ് ഒപ്റ്റിമിസം ആർ എ പവർഫുൾ ലവ് മാഗ്നറ്റ് ഫോർ യു റൈറ്റ് നൗ. നിങ്ങളുടെ പ്രതീക്ഷയും നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസവുമാണ് നിങ്ങളുടെ ജീവിത പങ്കാളിനെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നു. പ്രതീക്ഷയും കൈവിടാൻ പാടില്ല, ശുഭാപ്തി വിശ്വാസവും ഉണ്ടാവണം. Imperfections. Love is a beautiful mess. Embrace its imperfections. അപ്പോൾ ഈ ഒരു നിങ്ങളെ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ട്, അങ്ങനെ നിങ്ങളെ തന്നെ സ്ട്രെസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസും കൂടിയാണ്. പെർഫെക്ഷനിസത്തിൽ സൂപ്പർ ഫോക്കസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആസ് എ ഹ്യൂമൻ ബീയിങ് വി ആർ നോട്ട് പെർഫെക്റ്റ്. പെർഫെക്ഷൻ എപ്പോഴും ഒരു പൊട്ടൻഷ്യൽ ആസ്പെക്ട്, പൊട്ടൻഷ്യൽ എലമെന്റ് ആണ്. അത് യാഥാർത്ഥ്യമാവില്ല ഒരിക്കലും. ഓക്കെ, യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ കുറച്ച് ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. ആ ഇംപെർഫെക്ഷൻസിനെയും നിങ്ങളിലുള്ള ഫസ്റ്റ് ആണ് നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളിലുള്ള ഇംപെർഫെക്ഷൻസിനെയാണ്. നിങ്ങളിൽ ഒരു ഇംപെർഫെക്ഷൻ കാണുമ്പോൾ ഒഫൻഡഡ് ആവരുത്, നിങ്ങൾ സ്വയം നിങ്ങളോട് വളരെ ഹാർഷ് ആവരുത്, ക്രിട്ടിസൈസ് ചെയ്യരുത് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഹ്യൂമൻ ബീയിങ് ആണ്, ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും, അതെപ്പോഴും ഓർക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഈ കണക്ഷൻ നിങ്ങൾ പഠിപ്പിക്കുന്നതാണ്. ഒരു ലൈഫ്, ഒരു എന്താ പറയുക, ഒരു മാരീഡ് ലൈഫ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആകാൻ എല്ലാം പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമില്ല. അതാണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് എടുക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എടുക്കുന്ന ക്യാപ്സ്യൂൾ ക്ലൂസ് എന്ന് പറയുന്നത് നിങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ക്ലൂ നിങ്ങളുമായി കണക്ട് ചെയ്യുമ്പോഴാണ് ഈ ഗ്രൂപ്പ് നിങ്ങളുടെ ആവുക. അതിനുശേഷമാണ് നമ്മൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ട ക്ലൂസ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സുമായി ബന്ധപ്പെട്ട് ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ക്ലൂസ് ലൈവായി തന്നെ വെക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് കിട്ടിയിട്ടുള്ള മാസങ്ങൾ വൃശ്ചികം, തുലാം, കുംഭം, ചിങ്ങം. ഓക്കെ, പിന്നെ നമുക്ക് രാശികൾ കിട്ടിയിട്ടുണ്ട്. മീനം രാശി, കർക്കടകം രാശി. ഇതിലേതെങ്കിലും നിങ്ങൾ ജനിച്ച മാസം ഉണ്ടാവും, നിങ്ങളുടെ രാശി ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ സൺ മൂൺ റൈസിങ് ഉണ്ടാകും. നമുക്ക് ശനിയും ഞായറും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിലേതെങ്കിലും ദിവസം നിങ്ങൾ ജനിച്ച ദിവസമായിരിക്കും. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റ്സ് 8, 14, 11, 17. ഇതിലേതെങ്കിലും നിങ്ങളുടെ ജനന തീയതി ആയിരിക്കും.
ഇനി നമുക്ക് അക്ഷരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ്, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഭ, ൺ, ഢ, ഘ, ജ, ഡ, ൽ, ബ, ഴ. ഇത്രയുമാണ് നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് കണക്ട് ചെയ്യുമ്പോഴാണ് ഇത് നിങ്ങളുടെ റീഡിംഗ് ആവുക. ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ട ക്ലൂസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടുള്ള കളക്റ്റീവ്സ്, ഈ ജന്മം വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള മാസങ്ങൾ ധനു, മേടം, മകരം രാശി കിട്ടിയിട്ടുണ്ട്. ഇനി പൂരോരുട്ടാതി നക്ഷത്രങ്ങൾ കിട്ടിയിട്ടുള്ളത് തിരുവോണം, ഉത്രം, മൂലം, ആയില്യം, ഉത്രട്ടാതി. ഓക്കെ, പിന്നെ നമുക്ക് തീയതികൾ കിട്ടിയിട്ടുള്ളത് 9, 21, 25, 30. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഒരു ജനനത്തീയതി ആയിരിക്കും. ഇനി അക്ഷരങ്ങളാണ്. അഗെയിൻ അവരുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ്, അവരുടെ ഫസ്റ്റ് നെയിമിലുള്ള അക്ഷരങ്ങളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. എ, ഹ, റ, ഥ, ര, ത, ഭ, ഞ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ ഈ ജന്മവിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയായിരിക്കും എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏസ് ഓഫ് വാണ്ട്സ് ആണ് കാണുന്നത്. അപ്പോൾ ഏസ് ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് കൂടുതൽ ഒരു ഔട്ട് ഗോയിങ് പേഴ്സൺ. ഓക്കെ, പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന, അവരുടെ പെരുമാറ്റം കൊണ്ടാണെങ്കിലും കാണാനാണെങ്കിലും അങ്ങനെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു വ്യക്തി. കുറച്ച് എക്സ്ട്രോവേർട്ട് എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് അവരുടെ ഫിസിക്കൽ ട്രൈറ്റ്സ് നോക്കുമ്പോൾ എൻ്റെ റീഡിങ്സിൽ ഞാൻ നോക്കുന്നത് മെയിനായിട്ട് ഐ കളർ നോക്കും, ഹെയർ, കോംപ്ലക്ഷൻ, ഹൈറ്റ്, അപ്പിയറൻസ്. ഇത്രയും കാര്യങ്ങളാണ് മൈനർ അർക്കാന എലമെന്റ്സ് വെച്ചിട്ട് നമ്മൾ കണ്ടെത്തുക, ഡീറ്റെയിൽസ് കണ്ടെത്തുക. ശേഷം മേജർ അർക്കാന കാർഡ്സ് ഉപയോഗിച്ചിട്ട് എക്സ്ട്രാ ക്ലൂസ് എന്തെങ്കിലും നമ്മളുണ്ടെങ്കിൽ അതും കണ്ടെത്തും. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടുള്ള കളക്റ്റീവ്സ്, അവർ ഈ ജന്മം വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ ഐ കളർ എങ്ങനെയായിരിക്കും? ഡാർക്ക് ബ്രൗൺ, ഡാർക്ക് ബ്ലാക്ക് ഐസ് ആയിരിക്കും എന്ന് കാണുമ്പോൾ. ഓക്കെ, ഹെയർ എങ്ങനെയായിരിക്കും? ഹെയർ കളർ ഡാർക്ക് ബ്ലാക്ക്, ഡാർക്ക് ബ്രൗൺ ഹെയർ എന്ന് തന്നെയാണ് കിട്ടുന്നത്. കോംപ്ലക്ഷൻ എങ്ങനെയാണ്? മീഡിയം ടു ഡാർക്ക് കോംപ്ലക്ഷൻ എന്ന് കിട്ടുന്നു. ഹൈറ്റ് വളരെ ടോൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കാണുന്നത്. വളരെ ടോളും ആണ്, സോളിഡ് ബിൽഡ് ബോഡി ആയിരിക്കും, കുറച്ച് മസ്കുലർ ബോഡി ആയിരിക്കും എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ ഫീമെയിലിനെ കുറിച്ചാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും അവരുടെ ബോഡി വളരെ ഒരു സ്ട്രോങ് ബോഡിയാണ്, അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, വളരെ വെൽ ടോൺഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് എന്ന് കാണുന്നുണ്ട്. അത്യാവശ്യം ഹൈറ്റ് ഉള്ള വ്യക്തിയായിരിക്കും. ഓക്കെ, അപ്പിയറൻസ് എങ്ങനെയാണ്?
അപ്പിയറൻസിൽ വരുമ്പോൾ അതായത് തിൻ ബോഡി ടൈപ്പ് ആണ്. തിൻ ബോഡി ആയിട്ട് സോളിഡ് ബിൽഡ് മസ്കുലർ ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഓക്കെ, അപ്പൊ കാണുമ്പോൾ വണ്ണം അധികം തോന്നില്ല എന്നുള്ള ഒരു ഹൈറ്റ് പറഞ്ഞ നല്ല ഹൈറ്റും ഉണ്ടാവും, പക്ഷെ അധികം വണ്ണം തോന്നില്ല. പക്ഷെ അത് തെറ്റിദ്ധരിക്കരുത്, വീക്ക് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന്. അവർ വളരെ സ്ട്രോങ് ആയിരിക്കും, അവർ വളരെ ടോൺഡ് ബോഡി ആയിരിക്കും, വളരെ സ്ട്രോങ് പേഴ്സൺ ആയിരിക്കും, ഹെൽത്തി പേഴ്സൺ ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കിട്ടുന്നു. യെസ്, വളരെ ഒരു സ്ട്രോങ് എർത്ത് എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സൺമൂൺ റൈസിംഗിൽ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ പ്ലേസ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. ഇനി നമുക്ക് എക്സ്ട്രാ ക്ലൂസ് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. കണ്ണുകൾ അവരുടെ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും എന്ന് കാണുന്നുണ്ട്. കണ്ണ് അവരുടെ ഐബ്രോസ് ഒക്കെ ഇങ്ങനെ എടുത്ത് കാണുന്നതായിരിക്കും. ഓക്കെ, ബ്യൂട്ടിഫുൾ ഫീച്ചർ ആയിട്ട് കാണുന്നു അവരുടെ. ഇത് ഹെയർ എന്ന് പറയുമ്പം ഫീമെയിലിന്റെ ആണെങ്കിൽ ലോങ് തിക്ക് ഹെയർ ആയിരിക്കും, ഒരു സ്ട്രെയിറ്റ് ഹെയർ എന്ന് തന്നെ നമുക്ക് പറയാം, അങ്ങനെയായിരിക്കും. ഓക്കെ, പക്ഷെ ലോങ് തിക്ക് ഹെയർ ആണ്, മീഡിയം ലെങ്ത്, ഇവിടെ വരെ ഹിപ്പ് വരെ അല്ലെങ്കിൽ ഹിപ്പിന് താഴെയായിട്ടൊക്കെ അവർക്ക് അത്രയും നീളമുള്ള മുടി ഉണ്ടാകാം, നല്ല കട്ടിയുള്ള മുടി എന്ന് കാണുന്നുണ്ട്. ഇനി മെയിൽ ആണെങ്കിൽ ഇപ്പൊ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ഒരു ബോയ് കട്ട് എനർജിയാണ് കിട്ടുന്നത്. ഒരു ഗോൾഡൻ, ഒരു എന്താ പറയുക, ബ്രൗൺ ഷെയ്ഡിൽ നിന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ഹെയർ കാണുന്നു. ഇതുപോലെ ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ഹെയർ ആണ്. ഓക്കെ, തിക്ക് ഹെയർ ആയിരിക്കും. ഇപ്പൊ കാണാൻ ഒരു എക്സാമ്പിൾ പോലെയാണ് പറയുന്നത്. കാണാൻ എന്താണ്ടോ, ഇപ്പൊ ഇതിൽ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇപ്പൊ എന്താ പറയാ, ഹൈറ്റും വെയിറ്റും കാണുമ്പോൾ ഒരു ചെറിയ വലിയൊരു അത്രയും സ്ട്രോങ് ആണ് എന്ന് നമുക്ക് ഒറ്റ കാഴ്ചയിൽ തോന്നില്ല. അങ്ങനെയാണ് അവരുടെ ബോഡി. അവരെ കാണുമ്പോൾ വളരെ ഡിസീവിങ് ആയിരിക്കും. ഇൻ ദ സെൻസ് കാണുമ്പോൾ എല്ലാവർക്കും അധികം ആരോഗ്യമില്ല അല്ലെങ്കിൽ അത്ര ഇതില്ല, വണ്ണമില്ലാത്ത ഒരു വ്യക്തിയാണ്, പക്ഷെ വളരെ സ്ട്രോങ് ബോഡി ആയിരിക്കും അവരുടെ. ഓക്കെ, ട്രഡീഷണൽ ഡ്രസ്സിങ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. ട്രഡീഷണൽ വെയേഴ്സിനോട് പ്രത്യേകം ഇഷ്ടമുള്ള ഒരാളാണ്. ട്രഡീഷണൽ അറ്റയേഴ്സ് മാക്സിമം ഇടാൻ ഇഷ്ടപ്പെടുന്ന, കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അറ്റയേഴ്സ് ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ അവരുടെ നാട്ടിലെ തന്നെ ഇപ്പോൾ എന്താ പറയണ്ടേ, ഡിസൈൻസ് സ്റ്റൈലുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോ നാടിന് അതിൻ്റെതായ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ വസ്ത്രങ്ങൾ ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. ട്രഡീഷണൽ ഡ്രസ്സിനോടാണ് കൂടുതൽ പ്രിയം ഉണ്ടാകുക എന്ന് കാണുന്നു. ഓക്കെ, അവര് മുഖം എന്ന് പറഞ്ഞാല് വളരെ ഒരു ലിഫ്റ്റഡ് ഫേസ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരുപാട് വല്ലാതെ ശോഷിച്ച മുഖമായിരിക്കില്ല, അങ്ങനെ ഫാറ്റ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മുഖം വളരെ ഇങ്ങനെ ടോൺഡ് ഫേസ് എന്നൊക്കെ പറയില്ലേ, നല്ല ലിഫ്റ്റഡ് ആയിട്ടുള്ള ഫേസ്. ഓക്കെ, ജോ ലൈനൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന അങ്ങനെ ഒരു ഫേസ് ആയിരിക്കും അവരുടെ എന്ന് കാണുന്നു. സ്കിന്നൊക്കെ അത്യാവശ്യം ടൈറ്റർ ആയിരിക്കാനും സാധ്യത കാണുന്നുണ്ട്. അവര് മുഖത്ത് എപ്പോഴും ഒരു ചെറിയ ചിരി ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. ഒരു ചെറിയ ചിരിയോട് കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തി എന്ന് കാണുന്നു. ഇതിൽ കാണുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അത്യാവശ്യം വളരെ ഫ്ലെക്സിബിൾ ബോഡി ആയിരിക്കും ഇവരുടെ എന്ന് കാണുന്നുണ്ട്. ഓക്കെ, വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും എന്നൊരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അവരവരുടെ ബോഡിയിൽ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അവരൊക്കെ ഒരു തരത്തിലുള്ള ഇൻസെക്യൂരിറ്റി ഉള്ളതായിട്ട് എനിക്ക് കാണുന്നില്ല. അവർ വളരെ കംഫർട്ടബിൾ ആയിരിക്കും അവരുടെ ബോഡിയിൽ. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ ഇത്രയുമാണ് ഫിസിക്കൽ ട്രൈറ്റ്സ്. ഇനി ഈ വ്യക്തിനെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളോട് നടന്നകലാൻ പറയുന്നുണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നിന്ന്. ആ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന, നിങ്ങളുടെ മനസ്സിന്റെ സ്വസ്ഥത കെടുത്തുന്ന, ഇപ്പൊ എക്സിസ്റ്റിംഗ് നിങ്ങളുടെ ലൈഫിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില എനർജീസ്, പക്ഷെ അവർ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിന്റെ സ്വസ്ഥത കെടുത്തുകയാണ്, നിങ്ങളിലുള്ള ഇൻസെക്യൂരിറ്റീസിനെ കൂട്ടുക, നിങ്ങളുടെ വേദന കൂട്ടുക,
നിങ്ങൾക്ക് കൂടുതൽ ഒരു അസ്വസ്ഥത കൊണ്ടുവരുന്ന എനർജീസ്, അത് എന്ത് തന്നെയാണെങ്കിലും അതിൽ നിന്നൊക്കെ ആദ്യം തന്നെ അതൊക്കെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളോട് പറയുന്നു. റിലീസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് എനർജീസ് നിങ്ങൾ റിലീസ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എന്താണോ, നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റുമോ അത് ഫുൾ ഡെഡിക്കേഷനോട് കൂടി അതിൽ ഫുള്ളി ഫോക്കസ് ചെയ്ത് ആത്മാർത്ഥതയോട് കൂടെ ആ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ ഇനി മുതൽ കൗണ്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന നല്ല കാര്യങ്ങളെ ആണ് നിങ്ങൾ ഇനി മുതൽ കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ ലൈഫിലും അതുപോലെ തന്നെ നിങ്ങളുടെ മേഖലകളിൽ ജീവിതത്തിന്റെ പല മേഖലകളിൽ ഒരുപക്ഷെ കരിയറിലൊക്കെ ആയിരിക്കാം, ഈ പറയുന്ന പോലെ കുറേയും കൂടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കുറേയും കൂടെ ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുന്ന, ഓഫർ ചെയ്യുന്ന, കുറേയും കൂടെ എക്സ്പാൻഷൻ ഓഫർ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് അത്തരം ഒരു അവസരങ്ങൾ വരുന്നതായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസരം കിട്ടുന്നത്. അത് സ്വീകരിക്കണം, നിങ്ങൾ അത് സ്വീകരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് കഴിവുള്ളൊരു മേഖലയിലാണ് നിങ്ങൾക്ക് ജോലി ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്തും എക്സ്പാൻഷനും ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്ത് നിൽക്കുന്നതായിരിക്കും. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ അതിനോട് പ്രിപ്പയർഡ് ആയിരിക്കില്ല ആ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ. പക്ഷെ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ മുൻപ് എന്തൊക്കെ തോൽവികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പൊ കരിയറിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ഒരു ചിന്തകളുടെ മേൽ അങ്ങനെയൊക്കെ ഉണ്ടായി എന്നൊരു കാരണം കൊണ്ട് ഈ വരുന്ന അവസരങ്ങളെ തട്ടിക്കളയാൻ പാടില്ല എന്ന് പറയുന്നു. അതിൽ നിന്ന് ഹീൽ ആകുന്നതിന് ഈ അവസരങ്ങൾ നിങ്ങളെ സഹായിക്കും എന്ന് പറയുന്നു. ഗോ വിത്ത് ദ ഫ്ലോ ഓഫ് യുവർ ലൈഫ്. ജീവിതം ആസ്വദിക്കുക. ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളത് ഇപ്പോഴത്തെ അവസരത്തിൽ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടുന്ന ചെറുതായിട്ടാണെങ്കിൽ പോലും നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ജീവിതം ആസ്വദിക്കണം എന്ന് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ജീവിതം ആസ്വദിക്കുന്നതിന് വേണ്ടുന്ന ഹെൽത്തി ആയ രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്യുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് കാണാനായി സാധിക്കും. പക്ഷെ ആദ്യം ആ നിശ്ചയം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. എനിക്ക് ലൈഫ് ആസ്വദിക്കണം, ഞാൻ ലൈഫിൽ സന്തോഷവതി ആയിരിക്കണം അല്ലെങ്കിൽ സന്തോഷവാനായിരിക്കണം എന്നുള്ള ആ ഒരു എന്താ പറയാ ഉറപ്പ് അല്ലെങ്കിൽ ഒരു തീരുമാനം നിങ്ങൾ ഉള്ളിൽ എടുക്കുമ്പോഴാണ് അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു എനർജിയിലായിരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന അനുഭവങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതും നിങ്ങളുടെ ചുറ്റും ആ ഊർജ്ജങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നതും. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഗ്രൗണ്ടഡ് ആയിരിക്കുക, ഈ മൊമെന്റിൽ ജീവിക്കുക. കഴിഞ്ഞു പോയ കാലത്തും അല്ല വരാനിരിക്കുന്ന കാലത്തും അല്ല ജീവിക്കേണ്ടത്, ഈ മൊമെന്റിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഓക്കെ, ലൈഫിൽ കുറേയും കൂടെ ഒരു ഗ്രൗണ്ടഡ് എനർജിയിലേക്ക് നിങ്ങൾ വരേണ്ടതുണ്ട്. കുറേയും കൂടെ പക്വതയോടുകൂടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറയുന്നു നിങ്ങളുടെ ലൈഫിൽ. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫൈനാൻസസ് ഒക്കെ കുറേയും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആരോടൊക്കെ ഒപ്പം ആയിരിക്കുമ്പോഴാണോ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് ആരോടൊക്കെ ഒപ്പം ആയിരിക്കുമ്പോഴാണോ നിങ്ങൾ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്നത്, ആ വ്യക്തികളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ ഈ പറയുന്ന പോലെ അവരോട് നിങ്ങൾക്കുള്ള സ്നേഹം, നിങ്ങളുടെ മനസ്സിലുള്ള ആ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കാനും നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവും. ഒരുപാട് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത, നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിന് അടിമുടി മാറ്റിമറിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും. അതിനെ നിങ്ങൾ വളരെയധികം ശാന്തമായിട്ട് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിട്ട് തന്നെ അതിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ആ മാറ്റത്തിന് ഒരിക്കലും തടയാൻ പാടില്ല എന്ന് നിങ്ങളോട് പറയുന്നു. ഓക്കെ, കാരണം ഈ മാറ്റങ്ങൾ ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ആത്മവിശ്വാസം, നിങ്ങളുടെ ആ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ മതി ഇത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്നുള്ളത്. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ താനെ വന്നു ചേരും. ഓക്കെ, അണ്ടർലൈങ് എനർജി 6 of Cups ആണ്. കഴിഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളൊരു ടാസ്ക് പോലെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി മുതൽ കഴിഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഈ എനർജിയും എനിക്ക് സെൻസ് ചെയ്തിരുന്നു. കഴിഞ്ഞ കാലത്തിൽ ഇതുവരെയുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷം നൽകിയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് അഭിമാനം തോന്നിയിട്ടുള്ള നിമിഷങ്ങൾ, നിങ്ങൾ അത്രമേൽ നിങ്ങൾക്ക് ഒരു ആനന്ദം അനുഭവിച്ചിട്ടുള്ള നിമിഷങ്ങൾ, ഒരുപാട് ആസ്വദിച്ച സമയങ്ങൾ, അതൊക്കെ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുക. ആ അവസരങ്ങൾ, ആ സിറ്റുവേഷനെ കുറിച്ച് കണ്ടെത്തുക. അത് ഓർത്തെടുക്കാൻ ശ്രമിക്കാം. ആദ്യം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ പിന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ ഈ പറഞ്ഞ പോലെ ഈ ഹാപ്പി മൊമെന്റ്സ് കടന്നു വരും. പിന്നെ നിങ്ങൾ പാസ്റ്റിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ചിന്ത ഓട്ടോമാറ്റിക്കലി പാസ്റ്റിലേക്ക് പോയാൽ നിങ്ങളുടെ മനസ്സിലേക്ക് നല്ല കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയെ വരുള്ളൂ.
അത് നമ്മളവിടെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അത് വേണം എന്ന് പറയുന്നു. പാസ്റ്റിലത്തെ നല്ല മൊമെന്റ്സിനെ ചെറിഷ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളോട് പറയുന്നുണ്ട്. പിന്നെ പേജ് ഓഫ് കപ്സ്, നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം എന്താണോ, കെയറിങ് എന്താണോ, അതാദ്യം നിങ്ങൾക്ക് നൽകുമ്പോഴേ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾക്കത് ലഭിക്കും. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ സ്നേഹിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ കെയർ ചെയ്യുന്നത്, അത് തന്നെയാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് നൽകുക. വളരെ സിമ്പിൾ ആണ്. പാർട്ട്ണർ നമ്മൾക്ക് നമ്മളോടുള്ള സ്നേഹത്തിന് ജസ്റ്റ് റിഫ്ലക്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമ്മുടെ പാർട്ട്ണർ നമ്മളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ആ സ്നേഹം നമുക്ക് കൊടുത്തേ പറ്റൂ, എന്നാലേ അത് നമുക്ക് കിട്ടൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി നമ്മൾ റൊമാൻസ് ആൻഡ് ലവ് ഒറക്കിൾ കാർഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഒറക്കിൾ മെസ്സേജസ് ഉണ്ടോ എന്ന് നോക്കാം ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട്. ഗ്രൂപ്പ് 3ക്ക് ഉള്ള റൊമാൻസ് ആൻഡ് ലവ് ഒറക്കിൾ മെസ്സേജസ്. ഓക്കെ, റൊമാൻറ്റിക് സർപ്രൈസസ് ആർ ഓൺ ദ ഹൊറൈസൺ, ബി ഓപ്പൺ ടു ദം. അപ്പോൾ ഓൾറെഡി ഈ ഒരു റിലേഷൻഷിപ്പിന് പ്രിപ്പയർഡ് ആകാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ, അത് റിസീവ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം എന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. Illusions, beware of love's illusions, see reality clearly. അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ പ്രണയത്തിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ റോസ് കളേർഡ് ഗ്ലാസസിലൂടെ കാണുന്നു എന്ന് പറയുന്നത് അതൊരു ഫ്രേസ് ആണ്. അതായത് ഇല്ലാത്തത് ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണുകയാണ്. നിങ്ങളോട് യാഥാർത്ഥ്യം തിരിച്ചറിയാനായിട്ട് പറയുന്നു. യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്, നിങ്ങളത് അംഗീകരിക്കാൻ തയ്യാറാവുക, അതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലത്തെ എന്തെങ്കിലും റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം ഈ കാര്യം മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളെ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നതിനേക്കാളും വളരെ ഇൻഫീരിയർ ആയിട്ട് അവർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക, ഒക്കെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ആ വ്യക്തിക്ക് ഒരു സ്നേഹം, ഒരു സോഫ്റ്റ് കോർണർ അവരോട് ഉള്ളത്, നിങ്ങൾ അവർ ചെയ്ത പല കാര്യങ്ങളും ഒരു ഇല്യൂഷനിലൂടെയാണ് കാണുന്നത്. ഓക്കെ, ആ ഇല്യൂഷൻ മാറ്റി വെക്കുക, യാഥാർത്ഥ്യം അത് കാണുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഉള്ളിൽ അറിയാം, പക്ഷെ നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല. മനസ്സിലായോ? അത് അംഗീകരിക്കണം എന്ന് പറയുന്നു. പാഷൻ, കീപ് ദ ഫ്ലെയിം ഓഫ് പാഷൻ അലൈവ്, ഇറ്റ് ഈസ് ദ ഹാർട്ട് ബീറ്റ് ഓഫ് ലവ്. അപ്പൊ ഈ നെക്സ്റ്റ് കണക്ഷൻ, അതായത് നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും എന്ന് കാണുന്നുണ്ട്. അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നു. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുക. ആന്റിസിപ്പേഷൻ, embrace the sweet anticipation of love's arrival in your life, it's coming. അപ്പോൾ ഈ വ്യക്തി വൈകാതെ തന്നെ, നിങ്ങളുടെ ജീവിത പങ്കാളി വൈകാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും എന്നുള്ളതിന്റെ സൂചനയാണ്. ക്ലോഷർ, നോട്ട് ഓൾ കണക്ഷൻസ് ആർ മെന്റ് ടു ബി ആസ് എറ്റ് ക്ലോഷർ. അപ്പോൾ അതിന് മുൻപ് നിങ്ങളുടെ ലൈഫിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ട്, ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇല്യൂഷൻസ് ഒക്കെ ഉള്ളതാണ് എങ്കിൽ അത് അവസാനിച്ചിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇത് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാതെ അവസാനിക്കാനുള്ള ഒരു ബന്ധമായിരുന്നു. നിങ്ങൾ എത്ര അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാലും അത് അവസാനിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിരിക്കും. കാരണം ആ വ്യക്തിയുമായിട്ടല്ല നിങ്ങൾ ഈ ലൈഫ് സ്പെൻഡ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ ഡെസ്റ്റിൻഡ് ആക്കിയിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിലേക്ക് വേറെ വ്യക്തിനെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ട്വിൻ ഫ്ലെയിം, ട്രസ്റ്റ് ദ മാഗ്നറ്റിക് പുൾ ഓഫ് യുവർ ട്വിൻ ഫ്ലെയിം, ഇറ്റ് വിൽ ഗൈഡ് യു ടുവേർഡ്സ് ദം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം, നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണർ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആകാനുള്ള സാധ്യത ഉണ്ട്. വെഡിങ്, വാവ്, taking your relationship to the next level one step at a time. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ഒരു മാരേജ് എനർജി അല്ല ഇവിടെ ഈ ഒരു കളക്റ്റീവിൽ എനിക്ക് കാണുന്നത്. നിങ്ങൾ ഡെഫിനറ്റ്ലി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിനുശേഷമാണ് നിങ്ങൾ ആ ഒരു വെഡിങ്ങിലേക്ക് അത് എത്തുന്നത്. ട്രൂ ലവ്, എ ഡീപ്പ് ആൻഡ് എൻഡ്യൂറിംഗ് കണക്ഷൻ ഗോയിങ് ബിയോണ്ട് സൂപ്പർഫിഷ്യൽ അട്രാക്ഷൻ. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ആദ്യം ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എനർജി ആവും ഉണ്ടാവുക. ഓക്കെ, പക്ഷെ പിന്നീട് അത് അതിൽ നിന്നും കുറെ കൂടി ഡീപ്പർ ആയിട്ട് ഉള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ആയിട്ട് പിന്നീട് അത് മാറുകയാണ് ചെയ്യുന്നത്. അത് പറഞ്ഞപ്പോൾ ഞാൻ കണ്ട സമയം 58 ആണ്. ഇറ്റ്സ് എ കൺഫർമേഷൻ. ഹാർട്ട് ബ്രേക്ക് ഈസ് എ പാർട്ട് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ്, ഇറ്റ് വിൽ പാസ്. നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ കടന്നു പോകുകയാണെങ്കിൽ യൂണിവേഴ്സ് പറയാണ് ഇത് കടന്നു പോകും, നിങ്ങൾ ഇതിൽ നിന്ന് വൈകാതെ തന്നെ അത് ഓവർകം ചെയ്ത് നിങ്ങൾ പുറത്തു വരും. കാരണം നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത് ട്രൂ ലവ് ആണ്, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനൊപ്പം ഉള്ള ഒരു ട്രൂ ലവ് ആണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നേ പറ്റൂ. അപ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ എനർജീസിനെയും യൂണിവേഴ്സ് എടുത്ത് മാറ്റിയിരിക്കും. കാരണം ഇതിപ്പോൾ ഈ അവസാനിച്ച കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഫ്രണ്ട്ഷിപ്പ് ആണ്. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് ആണ് അതിൻ്റെ മാക്സിമം എത്താൻ പറ്റുന്ന ലെവൽ. അതൊരിക്കലും റൊമാൻറ്റിക് ആവില്ല എന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത്.
നിങ്ങൾ റൈറ്റ് പാത്തിൽ തന്നെ ആയിരിക്കാനും ഒരു സാധ്യത. അതായത് യൂണിവേഴ്സ് നിങ്ങൾ ഗൈഡ് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ റൈറ്റ് പാത്തിൽ തന്നെ ആയിരിക്കും, നിങ്ങൾ ഡീവിയേറ്റ് ചെയ്ത് പോകില്ല എന്നും കൂടെ നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇനി നമ്മൾ ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കുന്നു. അപ്പൊ ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ്. അപ്പൊ അതില് അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും നിങ്ങളുമായി കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഗ്രൂപ്പ് നിങ്ങളുടെ ആവുക, അല്ലെങ്കിൽ ബാക്കി 2 ഗ്രൂപ്പ് നിങ്ങൾ കാണേണ്ടതാണ് കേട്ടോ. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? Okay. ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുള്ള മാസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കന്നി, ധനു, കർക്കടകം. ഓക്കെ, ഈ 3 മാസങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള രാശികൾ കർക്കടകം രാശി, മീനം രാശി, കുംഭം രാശി. അപ്പോൾ ഇതിൽ നിങ്ങളുടെ സൺ മൂൺ റൈസിംഗ് സയൻസ് ഉണ്ടാവാം. ഇതിലേതെങ്കിലും രാശിയിലായിരിക്കും നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരിക്കാം. ഇനി നമുക്ക് തീയതികൾ കിട്ടിയിട്ടുണ്ട് 11, 14, 29, 28. ഓക്കെ, പിന്നെ നമുക്ക് നക്ഷത്രങ്ങൾ കിട്ടിയിട്ടുള്ളത് ഭരണി, കാർത്തിക, മൂലം, പുണർതം, മകയിരം. ഇനി നമുക്ക് അക്ഷരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിലുള്ള അക്ഷരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ൾ, ള, ഠ, ബ, ഴ, ഷ. ഓക്കെ, ഇനി നമ്മൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ് ആണ് എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ ജന്മ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൂസ് ആണ് എടുക്കുന്നത്. സോ ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് ജന്മ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പം ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ തിരികെ വരാം. ഓക്കെ, നമുക്ക് മേടമാസം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൃശ്ചികം രാശി കിട്ടിയിട്ടുണ്ട്. 2 ദിവസം കിട്ടിയത് ഞായർ, വ്യാഴം അവർ ജനിച്ച ദിവസങ്ങളായിരിക്കാം. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള നക്ഷത്രങ്ങൾ പൂരം, ആയില്യം, ചോതി. ഓക്കെ, പിന്നെ തീയതികൾ കിട്ടിയിട്ടുള്ളത് 13, 27, 30. പിന്നെ അക്ഷരങ്ങൾ കിട്ടിയിട്ടുള്ളത് ഇൽ, ധ, എ, ഭ, ഓ, മ, എ, ച, ഹ, ത. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.